ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വുമാ ഡിസൈൻസ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് കിഡ്സിന്റെ ഒക്കെ പെറ്റിക്കോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ എന്നുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ വലിയവർക്കാണെങ്കിലും ലൈനിങ്ങിന് പകരം നമുക്കൊരു പെറ്റിക്കോട്ട് തയ്ക്കണമെങ്കിൽ ഈ മെത്തേഡ് തന്നെ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു 3 വയസ്സായ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ടിന്റെ ഒരു മെഷർമെന്റിലാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിന്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് അതിന് വേണ്ട ലെങ്ത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 9 ഇഞ്ചാണ് ഞാൻ യോക്ക് പാർട്ടായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഷോൾഡർ അടയാളപ്പെടുത്താം. ഇവിടെ ഞാൻ 4.5 ഇഞ്ച് ഷോൾഡർ ആണ് എടുക്കുന്നത്. ആം ഹോളും 4.5 ഇഞ്ച് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. എനിക്കിവിടെ ചെസ്റ്റിന്റെ റൗണ്ട് വേണ്ടത് 24 അപ്പൊ അതിന്റെ ഞാൻ 6 എടുക്കുന്നുണ്ട്. പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി കൂട്ടി 7 ഇഞ്ചാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. എനിക്കിവിടെ വേസ്റ്റ് വരുന്നത് 22 അപ്പൊ ഞാൻ 5.5 എനിക്ക് വരാം. അതിന്റെ കൂടെ 1 ഇഞ്ചിനും കൂടി കൂട്ടി 6.5 ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി കൂടി വരച്ചിട്ട് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. നെക്കിനായിട്ട് ഞാൻ ഇവിടെ 1.25 ഇഞ്ചാണ് എടുക്കുന്നത്. ലെങ്ത് ഇവിടെ ഞാൻ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് യോക്ക് പീസിന്റെ അടിയിലേക്കുള്ള ഭാഗം നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. അതിനായിട്ട് എനിക്ക് ഇവിടെ 12 ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത്. വിട്ട് പക്ഷെ എനിക്ക് ഇത് തികയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിവർത്തിയിട്ടിട്ട് ഞാനൊരു 13 ഇഞ്ച് വിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ 2 പീസാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി അത് എടുത്തിട്ട് കാണാം. അപ്പൊ നമുക്ക് ഇവിടെ 12 ഇഞ്ച് ലെങ്തില് 13 ഇഞ്ച് വിട്ടില് 2 പീസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഈ യോക്ക് പാർട്ടിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ യോക്കിന്റെ 2 ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ ഷോൾഡർ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ 2 ഷോൾഡറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ നെക്ക് നമുക്ക് ഒരു ചെറിയ മടക്ക് മടക്കിയിട്ട് അടുത്തൊരു ചെറിയ മടക്കും കൂടി മടക്കി നെക്ക് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിന്റെ സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൈക്കുഴി ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത കൈക്കുഴിയും ചെയ്തെടുക്കാം. അപ്പൊ 2 കൈക്കുഴി നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി യോക്കിന്റെ താഴോട്ട് നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് തന്നെ നമുക്ക് ഇവിടെ ഫ്ലീറ്റ് ഇട്ട് പോകാം. ഈ ഫ്ലീറ്റ് ഇട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിന്റെ സെന്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് കൃത്യം അളവിൽ നമുക്ക് ഫ്ലീറ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും ഫ്ലീറ്റ് ഇട്ട് കംപ്ലീറ്റ് ആക്കണം. ഇടുമ്പോ ആ ഒരു സൈഡിലേക്ക് തന്നെ ഇത് ഇടാൻ ശ്രമിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം.
അപ്പൊ നമ്മളിവിടെ ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 യോക്ക് പാർട്ടിനെയും ഒരുമിച്ച് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അടിയൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ മടുക്ക് മടക്കിയിട്ട് ഒരു മടുക്കും കൂടി മടക്കിയിട്ട് നമുക്ക് ഫുള്ള് അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ഇതേ പെറ്റിക്കോട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്, ഏറ്റവും ഈസി മെത്തേഡാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.